ലെസ്ലി, ഞാൻ ലവ്ലി. സംസാരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു മോരുകറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. തേങ്ങ അരയ്ക്കുന്നില്ല, അതുപോലെ കഷ്ണങ്ങളൊക്കെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കാണ്, ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങുന്നവർക്കൊക്കെയാണെങ്കിൽ പോലും പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു മോരുകറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് തൈരാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്ത, പുളി കുറഞ്ഞ തൈരാണ് ഏറ്റവും നല്ലത്. ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ചയോളം ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ആദ്യം. അപ്പോൾ ആ തൈരൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുക്കാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലാണെങ്കിൽ കടകോല് വെച്ചിട്ടാണ് നമ്മൾ തൈരൊക്കെ ഉടച്ചെടുക്കുന്നത്. വീട്ടിലെ അമ്മയൊക്കെ ഞങ്ങളെയും കൊണ്ട് കടകോലൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെയും കൊണ്ട് തൈരൊക്കെ ഉടച്ചെടുപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒക്കെ എളുപ്പവഴിയിൽ എല്ലാവരും നോക്കുന്നത്. അപ്പം മിക്സിയിലൊക്കെ ഇട്ടാണെങ്കിൽ ഒരു കറക്ക് കറക്കിയാൽ മതി, അപ്പോഴത്തെ എളുപ്പത്തിൽ പണി കഴിയും. തൈര് നമ്മളിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി, തൈര് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി മോര് കാച്ചാനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 7-8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് കൊത്തി എരിഞ്ഞതാണ്. അതുപോലെ 5 പച്ചമുളക്, ഒരു മീഡിയം സൈസിൽ ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് അതും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് പോരാ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൊടുത്തുന്ന കറിവേപ്പിലയും കൂടി 2 തണ്ട ചേർത്ത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവോളയിലും പച്ചമുളകിലും ഒക്കെ ഉപ്പ് പിടിക്കും. ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ഉപ്പ് ചേർക്കാനൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോര് കാച്ചി വെച്ച ശേഷം, മോര് തണുത്തതിന് ശേഷം നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ കുറച്ച് കായം. നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായവും ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി പച്ചമണം മാറുന്നോടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉലുവ ഒരുപാട് കൂടിപ്പോയത്, ഉലുവ കൂടിപ്പോയാൽ കയ്പുണ്ടാവും. അതുപോലെ കായം അല്പം കൂടിയിരുന്നാലും കുഴപ്പമില്ല. കായം ചേർത്ത് കഴിഞ്ഞാൽ മോരുകറിയുടെ പുളി എല്ലാം കുറഞ്ഞ് കിട്ടും. കായം ചേർത്ത് നമുക്ക് വയർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കായം നല്ലതാണ്. അപ്പോൾ കായം കൂടുതലിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും മോരുകറിക്ക്. ഈ പുളിയുള്ള തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയോ എടുത്തിട്ട് ഒന്ന് കലക്കിയ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മോരുകറിയുടെ പുളി ഒത്തിരി കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കായപ്പൊടി ചേർത്താൽ തന്നെ നമുക്ക് ശരിക്കും പുളി കുറഞ്ഞ് കിട്ടും. അപ്പം അങ്ങനെ ചേർക്കാൻ കൂടുതൽ പുളിയുള്ള തൈരാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ തൈരൊക്കെ വാങ്ങുക. അപ്പോൾ ഇച്ചിരി പുളിയുള്ള തൈരൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു നല്ലതായിരിക്കും, പുളിയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അത് റെഡിയായോ? മസാലയൊക്കെ നല്ല മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം കൊഴുപ്പ് കൂടുതലുള്ള തൈരൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ പാകത്തിന് നമ്മളത് ആക്കിയെടുക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന മോര് ഒരല്പം കുറുകിയതാണ്, അതുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് വാങ്ങാം. മോരുകറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. തേങ്ങ അരയ്ക്കാതെയും കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത എളുപ്പത്തിലുള്ള മോരുകറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചോറിന് ഒരു മീൻ വറുത്തതോ അതുപോലെ തോരനൊക്കെ ഉണ്ടെങ്കിൽ ഈ മോര് കാച്ചിയതും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നമുക്ക് ചോറുണ്ടാൻ. ഊണ് കുശാല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഈ മോരുകറി കാച്ചി വെച്ചാൽ ഒരാഴ്ചത്തോളം ഇരിക്കും. ഫ്രിഡ്ജ് വെച്ചാലും എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരാഴ്ചയോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ പുളിയൊക്കെ കൂടുതലാണെങ്കിൽ മൈദപ്പൊടി അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന കാര്യം ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലെങ്കിൽ പശുമ്പാൽ ചേർത്താൽ മതി. പശുമ്പാൽ ചേർക്കും നമ്മൾ ശ്രദ്ധിക്കണം. മോരുകറി നല്ല തണുത്ത ശേഷമേ നമ്മൾ പശുമ്പാൽ ചേർക്കാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.